സർക്കാർ രൂപീകരണം വേഗത്തിലാക്കി എൻ.ഡി.എ. ഇന്ന് തന്നെ എൻ.ഡി.എ നേതാക്കൾ രാഷ്ട്രപതിയെ കാണും. രാഷ്ട്രപതിക്ക് ഇന്ന് തന്നെ പിന്തുണക്കത്ത് കൈമാറും. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ പ്രധാനമായും സഖ്യകക്ഷികളുടെ പിന്തുണ അത് ബി.ജെ.പിക്ക് ആവശ്യമാണ്. എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ ഇന്ന് തന്നെ കത്ത് കൈമാറുമെന്നുള്ളതാണോ? എൻ.ഡി.എ യോഗത്തിന് ശേഷമാണോ ഈ തീരുമാനം? എൻ.ഡി.എ യോഗത്തിൽ എല്ലാ ഘടകകക്ഷികളും കത്ത് കൈമാറാനായിട്ടുള്ള സന്നദ്ധത അറിയിച്ചു. അപ്രകാരം രാഷ്ട്രപതിയെ കാണാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഈ സന്ദർശനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. 17ാം ലോക്സഭ പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രപതിയുടെ വിജ്ഞാപനം അല്പസമയം മുമ്പാണ് പുറത്തിറങ്ങിയത്. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. 17ാം ലോക്സഭ പിരിച്ചുവിട്ടതിന് തുടർച്ചയായിട്ട് 18ാം ലോക്സഭ രൂപീകരിക്കുന്നതിനായിട്ടുള്ള പ്രഖ്യാപനവും രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ.ഡി.എ യോഗം പൂർത്തിയായ സാഹചര്യത്തിൽ ഈ പിന്തുണ കത്തുകൾ രാഷ്ട്രപതിക്ക് ലഭിക്കുന്ന മുറയ്ക്ക് സർക്കാർ രൂപീകരണത്തിന് വേണ്ടി എൻ.ഡി.എയുടെ കക്ഷി നേതാവിനെ ക്ഷണിച്ചുകൊണ്ട് രാഷ്ട്രപതി കത്ത് കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അവിടെ എത്തി ആ കത്ത് കൈപ്പറ്റുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക. അദ്ദേഹം കത്ത് കൈപ്പറ്റുന്നത് ഒരുപക്ഷെ ഈ എൻ.ഡി.എ പാർലമെന്ററി പാർട്ടി യോഗം 7-ാം തീയതിയാണ് ചേരുന്നത്. അതിനുശേഷമായിരിക്കും. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തതയായിട്ടില്ല. എന്നാൽ കത്ത് ഇന്ന് തന്നെ കൈമാറുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. 8-ാം തീയതി ആയിരിക്കും സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത് വൈകിട്ട് 8 മണി എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. ചില ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിട്ടുള്ള ധാരണ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ചില മുൻ 2 തവണകളിലും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത ഘട്ടങ്ങളിലൊക്കെ ചില വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളെ പ്രത്യേകമായിട്ട് പങ്കെടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ബിംസ്റ്റെക്കിന്റെ അംഗങ്ങളെയായിരുന്നു ഈ യോഗത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുപ്പിച്ചിരുന്നത്. ഒപ്പം നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനോടൊപ്പം ഘടകകക്ഷി നേതാക്കന്മാരും സത്യവാചകം ചൊല്ലും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ രാധാകൃഷ്ണൻ, അതായത് നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും ആവശ്യങ്ങൾ ബി.ജെ.പി അംഗീകരിച്ചു എന്നുള്ളത് തന്നെയല്ലേ? ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചോ അഥവാ അംഗീകരിച്ചില്ലയോ, ഏതെങ്കിലും വിധത്തിൽ ഭേദഗതിപ്പെടുത്തിയോ എന്നതിനെ ഒന്നും സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഉഭയകക്ഷി ചർച്ചകളിലൂടെ വിഷയങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നൊരു സാഹചര്യമാണ് എൻ.ഡി.എ നേതാക്കൾ വ്യക്തമാക്കുന്നത്. നമ്മൾ ബി.ജെ.പി നേതാക്കളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ 2 പാർട്ടികളെ സംബന്ധിച്ചും ബി.ജെ.പിയേക്കാൾ കൂടുതൽ അധികാരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനിവാര്യമായതുകൊണ്ട് തന്നെ ഒരു സുസ്ഥിരമായിട്ടുള്ള സംവിധാനത്തിനൊപ്പം നിൽക്കാനാണ് അവർ താല്പര്യപ്പെടുക. അല്ലാതെ മറിച്ച് മറ്റൊരു നീക്കത്തിനും അവർ മുതിരില്ല എന്നൊരു വിലയിരുത്തൽ ബി.ജെ.പിക്കുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന അളവിൽ അത്ര വലിയ വിട്ടുവീഴ്ചയൊന്നും കാണിച്ചുകൊണ്ട് വിഷയത്തെ സമീപിക്കാൻ ബി.ജെ.പി തയ്യാറാകില്ല എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. 3 കേന്ദ്രമന്ത്രി പദവും സ്പീക്കർ സ്ഥാനവും 2 സഹമന്ത്രി പദവുമാണ് തെലുങ്ക് ദേശം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലഭ്യമായ വിവരം അനുസരിച്ച് സ്പീക്കർ പദം നൽകാനായി തയ്യാറാകില്ല. ഒരു ക്യാബിനറ്റ് പദവും 2 സഹമന്ത്രി പദവും എന്ന വിധത്തിലായിരിക്കും തെലുങ്ക് ദേശത്തിന് മുന്നിൽ ഈ നിലവിലുള്ള രാധാകൃഷ്ണൻ, എന്തായാലും സർക്കാർ രൂപീകരണം വേഗത്തിലാക്കാനാണ് എൻ.ഡി.എയുടെ തീരുമാനം. ഇന്ന് തന്നെ എൻ.ഡി.എ നേതാക്കൾ രാഷ്ട്രപതിയെ കാണും. വിവരങ്ങളാണ് ആർ രാധാകൃഷ്ണൻ നൽകിയത്. സുപ്രഭാതം പത്രത്തിനെതിരായ വിവാദ പരാമർശത്തിൽ മുശാവറയംഗം ബഹാവുദ്ദീൻ നദ്വിക്ക് സമസ്ത നേതൃത്വത്തിന്റെ താക്കീത്. വിമർശനങ്ങൾ നടത്തേണ്ടത് സമസ്തയിലും സുപ്രഭാതത്തിലുമാണെന്നാണ് നേതൃത്വം വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, സുപ്രഭാതത്തിന് നയവ്യതിയാനം സംഭവിച്ചു എന്നതായിരുന്നു ബഹാവുദ്ദീൻ നദ്വിയുടെ പരാമർശം. ഇതേറെ വിവാദവുമായിരുന്നു. ഈ സാഹചര്യത്തിലാണോ ഈ താക്കീത്? തീർച്ചയായും പ്രവിത, ഈ ഒരു വിവാദ പരാമർശത്തിലാണ് ഇപ്പോൾ താക്കീത് നൽകിയിരിക്കുന്നത്. സംസ്ഥ പാരമ്പര്യമായിക്കൊണ്ട് മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. എന്നാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഇടതുപക്ഷ അനുകൂലമാകുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും ഒരു വിഭാഗം പരസ്യമായി അത്തരം നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു പിന്നീട് സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം നടന്നത്. ആ വേളയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ സാദിഖ് അലി തങ്ങൾ ഇവരെല്ലാം ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. അതിന് പിറകെയായിരുന്നു സംസ്ഥയുടെ മുഷാവറ അംഗം കൂടിയായിട്ടുള്ള സുപ്രഭാതത്തിന്റെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള ബഹാവുദ്ദീൻ നദ്വി ഇത്തരമൊരു പരാമർശം നടത്തിയത്. സുപ്രഭാതത്തിന് നയവ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്നായിരുന്നു ആ ഒരു പരാമർശം. അത്തരം ഒരു സംഭവത്തിൽ സംസ്ഥ വിശദീകരണം തേടിയിരുന്നു. ആ വിശദീകരണമാണ് ഇന്നത്തെ സംസ്ഥയുടെ മുഷാവറ യോഗത്തിൽ ചർച്ച ചെയ്തത്. ആ വിശദീകരണ കത്ത് വായിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ആ വേളയിലാണ് സംസ്ഥ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അകത്ത് തന്നെ പറയണം, മറ്റു മാധ്യമങ്ങളോട് പറയുകയും ഇങ്ങനെ വിവാദങ്ങളിലേക്ക് വഴി
പിരിച്ചുവിടുക എന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതുമായിട്ടുള്ള ഒരു താക്കീതാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും കത്ത് അംഗീകരിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകില്ല എന്ന് സംസ്ഥാന നേതൃത്വം ബഹാവുദ്ദീൻ നദ്വിയെ അറിയിച്ചിട്ടുണ്ട്. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.